എല്ലാ യുദ്ധത്തിന് പിന്നിലും നമ്മൾ കാണാത്ത ഒരുപാട് പിന്നെ അജണ്ടകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദായിഷിൽ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ശരിക്കും ദായിഷ് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ ഒരു സമയം. അന്ന് ISSും ഇതൊക്കെ ആളുകളുടെ ഉള്ളിൽ ഭയങ്കര ചർച്ചയുള്ളൊരു സമയമാണ് അത്. ഇതിലെ സത്യം എന്താണ് ശരിയെന്താണെന്ന് അറിയാൻ വേണ്ടി മനസ്സുകൊണ്ടങ്ങ് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഈ കഥാപാത്രമൊക്കെ നമ്മൾ കഥാപാത്രമായിട്ട് മാറി നമ്മളുടെ ഒരു ഫീലിംഗ്. ഇപ്പോൾ ആയിഷ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആരോ ഒരാൾ അനുഭവിക്കുന്നൊരു വേദനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വേദന എങ്ങനെയും കുറയണമെങ്കിൽ എനിക്കത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അതെ, അങ്ങനെ ഒറ്റ ഇരിപ്പിന് 394 പേജും ഞാൻ ആദ്യമായിട്ട് വായിച്ചു. ആ വായിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ അന്ന് നിങ്ങൾ കാണുന്നത് ഭയങ്കര ആഗ്രഹിക്കും. ഓരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ കൂടി ഒബ്സർവ് ചെയ്തിട്ടായിരുന്നത്. അപ്പോൾ ഒരു വായനക്കാരൻ്റെ ഉള്ളിൽ ഒരു വലിയ പിക്ചർ തന്നെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഇങ്ങനെ അങ്ങോട്ട് പോവല്ല. ഓരോ പോയിന്റും ആ രക്തക്കറകൾ, രക്തത്തിൻ്റെ ചിത്രങ്ങൾ, വെടിയൊച്ചകളുടെ ശബ്ദം, പൊടി പാറുന്നത്, ആളുകൾ ഓടുന്നത്, അവിടെ മുഖഭാവം, ഇതൊക്കെ ശരിക്കും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്ന തരത്തിലാണ് നിങ്ങൾ പുസ്തകം. ദായിഷിൽ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ പിന്നാമ്പുറ രഹസ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ എക്കണോമിക് താല്പര്യം, അതേപോലെ രാഷ്ട്രീയ താല്പര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ 1 ആയുധ കച്ചവടവും 2 മയക്കുമരുന്ന് കച്ചവടം. ഈ 2 കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ ഇതിലാണ്. ഈ യുദ്ധം എന്തിനായിരുന്നു എന്നുള്ളതിൽ ഇപ്പോൾ ആർക്കും ഉത്തരമില്ല. അന്ന് അമേരിക്ക പറഞ്ഞത്, അതായത് ഇറാൻ ഭരണകൂടത്തെ മാറ്റിയിട്ട് ഒരു ജനാധിപത്യ ഭരണകൂടത്തെ കൊണ്ടുവരിക. 2, ഇറാൻ്റെ പിന്നെ അണ്വായുധ പരീക്ഷണങ്ങൾ ഈ നിലക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അതിന് തടയിടുക. ഈ 2 കാരണങ്ങളായിരുന്നു. പക്ഷേ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? 2 ഇറാനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു, ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ സംഘർഷഭരിതമായി. ഇനി ഇത് തിരിച്ചു പിടിക്കാൻ എത്ര കോടിക്കണക്കിന് രൂപ വേണം?